ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. SSCയുടെ പല എക്സാംസും സെക്കൻഡ് സ്റ്റേജും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാത്സിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്സ് ആണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് SSC RRB പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ 10th CBSE 10th മാത്സ്, ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതായത് ഗവൺമെന്റ് എക്സാംസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സബ്ജക്ട്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിനകത്ത് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ LCM ഓഫ് ഫ്രാക്ഷൻസ് ആണ് അല്ലെ. ഒരു ഫ്രാക്ഷന്റെ LCM നമ്മൾ എങ്ങനെയാ കാണുക? ന്യൂമറേറ്റേഴ്സിന്റെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ HCF. ഇനി ഒരു ഫ്രാക്ഷൻസിന്റെ HCF ആണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിന്റെ HCF കാണണം, ഡിനോമിനേറ്റേഴ്സിന്റെ LCM ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിന്റെ LCM, ന്യൂമറേറ്റേഴ്സ് 25, 15, 20 ആണ്. ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 25, 15, 10 എന്ന് വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 25, 15, 5 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? 3 യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 25, 5, 5 എന്ന് വരും. ഇവിടെ 5 ചെയ്യുമ്പോൾ എന്ത് വരും? 5, 1, 1. LCM നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 5 into 5, 25, 25 into 3, 75, 75 into 2, 150 into 2, 300. LCM നമുക്ക് എന്താ വരുന്നത്? 300 എന്നാണ് വരുന്നത്. ഇനി HCF ആണ് കാണേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റേഴ്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. 7 എന്ന് പറഞ്ഞാൽ 7 into 1 ആണ്. 28 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 into 2 into 7 into 1. നെക്സ്റ്റ് 21. 21 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 7 into 1. ഇവിടെ HCF എന്താ വരണേ? 7 ആണ് വരണേ. സോ 300/7 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ LCM എന്താണ്? 300/7 ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 chairs and 2 tables cost ₹700 and 5 chairs and 3 tables cost ₹1100. What is the cost of 1 chair and 2 tables? Okay, 3 ചെയറും 2 ടേബിളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചെയറിന്റെ കോസ്റ്റ് നമ്മൾ X ആയിട്ട് എടുക്കുകയാണ്. ഒരു ടേബിളിന്റെ കോസ്റ്റ് എത്ര ആയിട്ട് എടുക്കുകയാണ്? Y ആയിട്ട് എടുക്കുകയാണ്. നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കണേ? 3 ചെയർ പ്ലസ് 2 ടേബിള് എത്ര രൂപയാണ്? 700 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്ത് പറഞ്ഞിട്ടുണ്ട്? 5 ചെയർ പ്ലസ് 3 ടേബിള് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ ആക്കിയാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ into 3 ചെയ്യും, ഇവിടെ into 2 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണം ഒരുപോലെ വരും അല്ലെ. ഏതാണ് ഒരുപോലെ വരിക? 10x പ്ലസ് 9y is equal to 2200. ഇവിടെ എന്ത് വരും? 9x 6y ആണ് കേട്ടോ. ഓക്കെ, 9x plus 6y is equal to ഇവിടെ എന്താ വരിക? 2100. 2200 minus 2100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100 എന്ന് വരും അല്ലെ. ഇനി 2y മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 6y വരുമ്പം 0 വരും. 10x minus 9x എന്ന് പറയുമ്പോൾ x വരും. അപ്പോൾ ഒരു ചെയറിന്റെ കോസ്റ്റ് 100 ആണെന്ന് മനസ്സിലായി. ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. നമുക്ക് എന്ത് വരും? 2y is equal to 700 minus 300 ആണ്. ദാറ്റ് ഈസ് 400. അപ്പൊ y എത്രയാണ്? ഒരു ടേബിളിന്റെ കോസ്റ്റ് 200 ആണെന്ന് നമുക്ക് കിട്ടും. നമ്മളോട് 2 ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 ടേബിൾ 400, ഒരു ചെയർ 100. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാ വരിക? 500 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്.
ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ലീനിയർ ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് രണ്ട് നമ്പേഴ്സിന്റെ LCM നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ. LCM into HCF is equal to A into B. LCM എന്താണ്? 210 into HCF 35. A നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 105 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ B ആണ് കണ്ടുപിടിക്കേണ്ടത്. 105 into 2 ആണ് 210. 35 into 2 എന്ന് പറയുമ്പോൾ 70. അപ്പൊ സെക്കൻഡ് നമ്പർ എന്താണ്? 70 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് നോർമൽ HCFന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വർക്കിംഗ് എലോൺ A can do a job in 15 days. Aക്ക് ഒറ്റയ്ക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ പറ്റും. Bക്ക് ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? 18 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവർ ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി തീർക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ LCM കാണണം അല്ലേ. ഇവരുടെ LCM എത്രയാണ്? 90 ആണ് വരിക. 15 into 6 18 into 5 ആണ് നമുക്ക് എന്ത് വരുന്നത്? 90 എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് എത്രയാണ്? 11 വർക്കാണ് ഒരു ദിവസം അവര് തീർക്കുക. ഇത് അവര് ഒരു ദിവസം ചെയ്യണതാണ്, ഒരുമിച്ച് 11. അങ്ങനെയാണെങ്കിൽ 90 വർക്ക് തീർക്കാൻ അവർ എത്ര ദിവസം എടുക്കും? 90/11. അപ്പൊ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർന്നാൽ എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് തീർക്കുക? 90/11 ഡേയ്സ് എടുത്തിട്ടാണ് അവർ ആ വർക്ക് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If three numbers are in the ratio of 1:3:5 and their sum is 10,800, find the largest of the three numbers. അപ്പൊ മൂന്ന് നമ്പേഴ്സിന്റെ സം x plus 3x plus 5x is equal to 10,800 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5x-ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 plus 1 4 plus 5 9x. 9x is equal to 10,800 എന്ന് കിട്ടും. x-ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 10,800 divided by 9 ആണ്. 10 9-ൽ എത്ര ടൈംസ് പോകും? 1 ടൈംസ് പോകും. ബാലൻസ് 1 18 9-ൽ 2 ടൈംസ് 2 0. x-ന്റെ വാല്യൂ 1200 ആണ്. 5x-ന്റെ വാല്യൂ അപ്പൊ എത്ര വരും? 1200 into 5 എന്ന് പറയുമ്പോൾ നമുക്ക് 60 ആണ് നമ്മളെ ആൻസർ ആയിട്ട് വരുന്നത്. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 6000 ആണ് ആ മൂന്ന് നമ്പേഴ്സിലെ ലാർജസ്റ്റ് നമ്പർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് റേഷ്യോയിൽ നിന്നുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ CHSL-നും അങ്ങനത്തെ ടെക്നീഷ്യൻ എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് A car travels at a speed of 50 km per hour for the first half of the journey and at a speed of 60 km per hour for the second half of the journey. What is the average speed of the car for the entire journey? Average speed കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലേ. എന്താണ്? 2 into first speed into second speed divided by first speed plus second speed ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാ വരിക? 2 into 50 into 60 divided by 50 plus 60 എന്ന് പറഞ്ഞാൽ 110 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് വന്നു? 60 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 300 ആണ്. 30 ആണ്. അല്ല സോറി, 60 into 5 എന്ന് പറഞ്ഞാൽ 300 ആണ്. into 2 600 ആണ്. നമ്മുടെ ആൻസർ എത്രയാ വരിക? 600 divided by 11 വരും. ഇതിന് നമുക്ക് എന്ത് വേണം? ഒന്നുകിൽ നമ്മുടെ സൊല്യൂഷനകത്ത് ഇങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 60 11-ൽ 5 ടൈംസ് പോകും. ബാലൻസ് എത്രയാണുള്ളത്? 5 ആണുള്ളത്. 50 ആണുള്ളത്. അത് 4 ടൈംസ് 44 ആണ് പോവുക. ഒരു പോയിന്റ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ 60 യൂസ് ചെയ്യും. 65 ആണ്. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 54.54 km/h ആണ് ആവറേജ് സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ തന്നെയല്ലേ കിട്ടുന്നത് എന്നും കൂടെ പറയാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The dimensions of a luggage box are 80, 60 and 40. How many square centimeter of
ക്ലോത്ത് ഈസ് റിക്വയർഡ് ടു കവർ ദ ബോക്സ്. ആ ബോക്സ് കവർ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ക്ലോത്തിന്റെ മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടത്. എത്രമാത്രം ക്ലോത്ത് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ്. അപ്പൊ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? TSA ആണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇതൊരു ക്യൂബോയിഡ് ആണ് അല്ലെ. അപ്പൊ ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ് വരുന്നത്? 2 into LB plus BH plus HL ആണ് ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 into 80 into 60 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4800 plus 60 into 40. 6 4s are 24. അപ്പൊ 2400 plus 80. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്. 80 into 40 എന്ന് പറയുമ്പോൾ 3200 എന്ന് കിട്ടും. നമുക്ക് എന്താ കിട്ടുന്നത്? 2 into 10,400 എന്ന് കിട്ടും. ആൻസർ എത്രയാ വരിക? 20,800 സ്ക്വയർ സെന്റിമീറ്റർ ക്ലോത്ത് ആണ് ആ ഒരു ബോക്സ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ആൻസർ ആണ് ഇത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 10. ഡിജിറ്റ്സിന്റെ സം എത്രയാണ്? x plus y is equal to 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. When the digits are reversed, the number decreases by 54. ഓക്കെ, അപ്പൊ നമുക്ക് ഡിജിറ്റ്സ് നമ്പർ എങ്ങനെയാ വരിക? 10x plus y എന്ന് വരും. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 10y plus x എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇനി തന്നിരിക്കുന്നത്? 10x plus y minus 10y plus x is equal to 54 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 10x, ഇവിടെയും മൈനസ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ 10x minus x എന്ന് പറഞ്ഞാൽ 9x ആണ്. മൈനസ് 9y is equal to 54 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 9 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9x plus 9y is equal to 10. ഇവിടെ എന്ത് കിട്ടും? 9x minus 9y is equal to 90. 54 എന്നും കിട്ടും. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ മൈനസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ റീസൺ നമുക്ക് 114 എന്ന് കിട്ടിയാൽ പ്രോപ്പർ ആയിട്ട് ആൻസർ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 18y is equal to 90 minus 54 എന്ന് പറഞ്ഞാൽ നമുക്ക് 36 എന്ന് കിട്ടി. അപ്പൊ y-യുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. ഓക്കെ, x plus y is equal to 10 ആണ്. അപ്പൊ y 2 ആണെങ്കിൽ x എന്തായിരിക്കും? x 8 ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട നമ്പേഴ്സ് എന്താണ്? 82 റിവേഴ്സ് ചെയ്താൽ നമുക്ക് 28. ഓക്കെ, 82ഉം 28ഉം. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്ത നമ്പർ എത്രയാണ്? 28 ആണ് ചേഞ്ച് ചെയ്ത നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 10x plus y എന്ന് വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാല് 54 ആണ് നമ്മുടെ നമ്പർ എന്ന് വെച്ചാൽ 50 plus 4 അല്ലേ ആ നമ്പർ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിജിറ്റ് 5 plus 4 ആണെങ്കിലും നമുക്ക് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 50 plus 4 ആണ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ്? ദ ഇൻകംസ് ഓഫ് എ ആൻഡ് ബി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്ന് എഴുതുക. ആദ്യം ഇൻകം ആണ്. ഇൻകം എത്രയാ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ആണ്. എയുടേത് 3x-ഉം ബിയുടേത് 2x-ഉം ആണ്. ഓക്കെ, ഇനി അവരുടെ എക്സ്പെൻഡിച്ചർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? എയുടേത് 14,000 ആണ്, ബിയുടേത് 10,000 ആണ്. ഓക്കെ, ഇനി എന്താണ്? എ എത്ര സേവ് ചെയ്തിട്ടുണ്ട്? 4,000 സേവ് ചെയ്തിട്ടുണ്ട്. ബിയുടെ സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എയുടെ ഇൻകം കണ്ടുപിടിക്കാം അല്ലെ. എയുടെ ഇൻകം കണ്ടുപിടിക്കാൻ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ചെയ്താൽ മതി അല്ലെ. എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും അല്ലെ. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 18,000 divided by 3.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ 6000 ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എത്രയാണ്? 6 into 2 12,000 ആണ് ബിയുടെ ഇൻകം. അതിൽ 10,000 എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പൊ ബി സേവ് ചെയ്യുന്നത് എത്രയാണ്? 2,000 റുപ്പീസ് ആണ് ബി സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ ടേബിൾ ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സിംപ്ലിഫൈ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ അത്ര സിമ്പിൾ ആയിട്ട് കാണാനും പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2/9 പ്ലസ് 3/5 ഡിവൈഡഡ് ബൈ 2/9 പ്ലസ് 2/5. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നോക്കിക്കോ. 5 into 2 10 ആണ്. 9 into 3 27. ഇവിടെ 9 into 5 45 ആണ്. ഇവിടെയും ഡിനോമിനേറ്ററിൽ 9 into 5 45 ആണ്. അത് രണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ ആ സ്റ്റെപ്പ് അവിടെ വെറുതെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ചെയ്താൽ മതി. 5 into 2 10, 9 into 2 18. നമുക്ക് ആൻസർ എന്ത് വരും? 37 divided by 28 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. സെയിം ഡിജിറ്റ്സ് അല്ലെങ്കിൽ പോലും ഡിജിറ്റ്സ് ഡിഫറൻസിൽ ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് CHSL ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും ALP ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും JEE ആണെങ്കിലും CGL ആണെങ്കിലും ഒക്കെയും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും നല്ല രീതിയിൽ തന്നെ എഴുതി നമുക്ക് ഒരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.